നമസ്കാരമുണ്ട്. ഇത് പിള്ളേർക്കുള്ള വീഡിയോ അല്ല കേട്ടോ, കുട്ടികൾ കാണരുത്. ഇത് ഇപ്പം റീസെൻ്റായിട്ട് സിനിമാ നടി സെലിബ്രിറ്റി ആകാൻ പോയിട്ട് ഊക്കെ ഇങ്ങോട്ട് വിട്ടവളാണ്. ആളീ മലപ്പുറം ജില്ലയിലുള്ള, അല്ലെങ്കിൽ ഇപ്പം ഈ പോക്സോ അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അറിയില്ല ഈ ഫീൽഡിൽ എപ്പോഴും കബളിപ്പിക്കലും ചതിയും ഒക്കെയാണെന്ന്. എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവള് സെലിബ്രിറ്റി ആകാൻ പോയതാണ്. ഇവളുടെ ചേച്ചി ഞാൻ കേട്ടാണ് പരിചയമല്ല, റിലേഷനുണ്ട്. അത് ഇവൾക്ക് ഇഷ്ടമല്ല. ഇവള് ഭയങ്കര മോശമായിട്ടൊക്കെ അവളെ ഷൗട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഇവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അപ്പോൾ എന്തോ ചെറിയ ചെറിയ മുറി നാടകത്തിലൊക്കെ ഇവളെ അഭിനയിച്ചിട്ടുണ്ട്. എന്തൊരു ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഫാഷൻ ഷോയ എന്തോ അലക്കാനാവും. അതൊരു എറണാകുളത്തല്ല, കോട്ടയം ജില്ലയിൽ ഫാഷൻ ഷോന് പോയതാണ് പറഞ്ഞു. ഒരു രാത്രി ഇവളെ കണ്ടില്ല. എന്നിട്ട് ഇവരൊക്കെ അന്വേഷിച്ച് ബേജാറായി. ലാസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ ഫാഷൻ ഷോന് പോയതാണ്. അപ്പോൾ ഇവളിങ്ങനെ വലിയ സംഭവം ഇവളുടെ വിചാരം. അങ്ങനെ ഇവള് എന്തോ ഒരു പത്രപരസ്യം കണ്ടിട്ട് പുതുതായിട്ട് തുടങ്ങാൻ പോണ സിനിമാ പ്രൊജക്റ്റിലേക്ക് നായിക നടീനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവള് ബന്ധപ്പെട്ടപ്പോൾ കോഴിക്കോടുള്ളൊരു പ്രമുഖ ഹോട്ടൽ, അവിടെ സാധാരണ പണ്ടേ സിനിമ സംവിധായകർ ഈ ഫീൽഡിലുള്ളവരൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇവളോട് ചെല്ലാമെന്ന് പറഞ്ഞ് ഇവള് ചെന്നു. അപ്പോൾ ആരെയും കൊണ്ടുപോയില്ല. അമ്മ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റുക ഇതല്ല, ഒരു സാധാരണ നാടൻ സ്ത്രീയാണ്. പിന്നെ ചേച്ചി ഇവളായിട്ട് ഒക്കൂല. കാരണം ഇവള് നല്ല പുണ്യാളത്തിന് ചേച്ചി മോശമെന്ന് പറഞ്ഞാൽ ഇവള് നടക്കുന്നത്. അങ്ങനെ ഇവള് അവിടെ പോയപ്പോൾ പ്രൊഡ്യൂസറാണെന്നും പറഞ്ഞ ഒരുത്തൻ ഇപ്പം പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം, ഇത് വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്, ഒറ്റ സിനിമ കൊണ്ട് നീ ലോകം പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം മുടക്കണവന് ഫസ്റ്റിൽ ഊക്കി. എന്നിട്ട് പറഞ്ഞ് ഡയറക്ടറെ ഒന്ന് സന്തോഷിപ്പിക്കണം, ഇനി നമ്മളൊരു കുടുംബം പോലെ, ഈ പ്രോജക്റ്റ് തീരുവളം നമ്മളൊന്നാണ്, നീ രക്ഷപ്പെടാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവള് റെഡി. അവിടെ താമസിക്കണം, നല്ല ഫുഡ്, VIP ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ ഡയറക്ടർ നോക്കി. ഡയറക്ടറാണ് പറഞ്ഞത്, നിൻ്റെ കുറച്ച് സ്റ്റിൽസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, നിൻ്റെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസാണ് എടുക്കേണ്ടത്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനാണ്, പല ഡിഫറെൻറ്റ് കളർ ഡ്രസ്സുകളായിരിക്കണം, 2 പീസാണ് ഇടാൻ പാടുള്ളൂ, ഇന്നർ മാത്രം ഇട്ടുള്ള ഡ്രസ്സുകളാണ് എടുക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ നടിമാരൊക്കെ ചെയ്തിട്ട് തന്നെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത്, നിനക്ക് മാത്രമായിട്ടുള്ളതല്ല, സ്ക്രീൻ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ തള്ളി മറിച്ച് ഇവളെ പല കളറിലെ ഷഡ്ഡി ബ്രേസിയറൊക്കെ ഇടിച്ച് ഫോട്ടോസ് എടുത്ത്, ഈ ഫോട്ടോഗ്രാഫർ അതിലേറും കുറുക്കൻ ചെറുപ്പക്കാരൻ, അവന് ഇവളുടെ ശരീര വടിവിനൊക്കെ പുകഴ്ത്തി എന്നിട്ട് പറഞ്ഞ് ഞാനും കൂടി മനസ്സ് വെച്ചാലാണ് നീ ഹൈറ്റിലെത്തുള്ളൂ, കാരണം നിൻ്റെ ഈ മൂവി ക്യാമറ ഞാനാണിത് ചെയ്യണത്, അപ്പം എൻ്റെ മൈൻഡിൽ നിന്നോട് എപ്പോഴും നിന്നെ ഫോക്കസ് ചെയ്തിട്ട് എടുക്കാനും ഡയറക്ടർ പറയലൊക്കെ ഓക്കെ, പക്ഷേ ഞാനാണ് ക്യാമറ ചലിപ്പിക്കണത്, എനിക്ക് നിന്നോടൊരു അറ്റാച്ച്മെൻറ്റ് വേണം. ഇതൊക്കെ ഈ ഫീൽഡിൽ പതിവാണ്, ഒക്കെ നടിമാരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉള്ളു. പിന്നെ നിനക്കൊക്കെ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കും നീ വഴങ്ങി കൊടുക്കേണ്ടി വരില്ല. പിന്നെ നിൻ്റെ പുറകെ എല്ലാവരും വരും. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പണം സമ്പാദിക്കണമെങ്കിലൊക്കെ സെലിബ്രിറ്റികൾ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങും. സെലിബ്രിറ്റി ആവണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മതി. നിനക്ക് എസ്റ്റേറ്റ് ഉണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, കാറുണ്ടാവും, സെർവൻസ് ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞ് ഇവള് അപ്പം തന്നെ സെലിബ്രിറ്റി ആയെന്നുള്ള വിചാരത്തിൽ ഇയാൾ ഫോട്ടോഗ്രാഫർ നോക്കി കഴിഞ്ഞിട്ട് ഇവളോട് പോയിക്കോ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. 1 മാസമായി 2 മാസമായി ഒരു വിവരമില്ല. ഇവളങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് നീ നാളൊന്ന് അർജൻറ്റായിട്ട് വാ, നമുക്കൊരു പ്രൊഡ്യൂസറും കൂടി ഉണ്ട്, അയാൾ ദുബായിലുള്ള ആളാണ്, അയാൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് നിന്നൊന്ന് കാണണം പറഞ്ഞു. അപ്പോൾ ഇവളെ ഏതായാലും നനഞ്ഞില്ല, ഞാൻ കുളിച്ച് കയറാം. അങ്ങനെ ചെന്ന് ഇയാൾ ദുബായിക്കാരന് ഊക്കിനൊരു പഞ്ഞൂല.
അവസാനം ഇവൾക്ക് മനസ്സിലായി ചീറ്റിംഗ് ആണെന്ന്. പ്രോജക്റ്റൊന്നും തുടങ്ങാനും പോകണില്ല. ഇവളെ പിന്നെയും വിളിച്ചു ഹോട്ടലിലേക്ക്. ഒരാളും കൂടി നിന്നെ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞ് ഞാൻ വരില്ല നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞങ്ങളുടെ അടുത്തുണ്ട് മോളെ, നീ വെറുതെ എതിർപ്പിന് നിൽക്കണ്ടാറ്, ഇതൊക്കെ പബ്ലിഷ് ചെയ്യും പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് പേടിയായി. അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നുണ്ട്, ഇവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടനെ പോയി സമീപിച്ചത്. ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഇന്ന ആൾക്കാരുടെ ഭീഷണിയുണ്ട്, എന്നെ അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്ത് ഞാൻ നോക്കിക്കോളാം, അവരെ നമ്പറൊക്കെ ഉണ്ട് കൊണ്ടാറ്. എന്നിട്ട് ഇവളോട് പറഞ്ഞ് എനിക്ക് 4 ലക്ഷം രൂപ തരണം, നിൻ്റെ എല്ലാ പ്രശ്നവും ഞാൻ സോൾവ് ചെയ്യുമെന്ന് പറയും. 4 ലക്ഷം പോയിട്ട് 50,000 എടുക്കാനുള്ള ഇവളുടെ അടുത്ത് ആ കാണാനുള്ള പോളിഷ് മാത്രമേ ഉള്ളൂ. ബ്ലാങ്ക് ചെക്ക്, മുദ്ര പേപ്പർ, ഇതൊക്കെ ഇവൻ്റെ കയ്യിൽ എത്തുകയും ചെയ്ത്. പിന്നെ ഭീഷണി ഇവൻ്റെ അടുത്ത് നിന്നായി, നീ എന്നെ വെറുതെ ഇതിൽ വലിച്ചഴച്ച്, ഞാൻ അങ്ങനത്തെ ബിസി മാനാണ്, ഇങ്ങനത്തെ ഞാനിപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇനി അവരുടെ ഭാഗത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ എന്നെ നീ സെറ്റിൽ ചെയ്യണമെന്ന് പറയും. അയ്യോ, അപ്പം പിടിച്ചെല്ലും വലുതാണ് ആളുകൾ ഇരിക്കണേ. അവസാനം ഇവൾ വീട്ടിൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു ചേച്ചിനോട്. ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ കാലത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നത് അറിഞ്ഞാലേ, ഇനിയിപ്പോൾ അവളുടെ സാമാനത്തിൽ അവരുടെ ശുക്ലം വീഴാനൊരു യോഗം ഉണ്ടായി, അത്രയും കൂട്ടിയാൽ മതി, പോയത് പോയി. ഇനിയിപ്പോൾ ശല്യങ്ങൾ നീങ്ങി കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഏറ്റവും ബെറ്റർ ഗുണ്ടല്ല, പോലീസ് സ്റ്റേഷനാണ്. സത്യം തുറന്നു പറയാം, എനിക്കിങ്ങനെയൊക്കെ പറ്റിപ്പോയി, അവർ സഹായിക്കും. നീ എന്തിനാ ലോക്കൽ ഗുണ്ടൻ്റെ ഈ ഗുണ്ടയൊക്കെ പറഞ്ഞ ആരാ, പേടിച്ച് വിറച്ച് ഒരു ഇര കിട്ടി അവരെ പറ്റിച്ച് ജീവിക്കണ പാരസൈറ്റുകളാണ്. ഏതായാലും നമുക്ക് ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് തന്നെ പോകാം. അങ്ങനെ ഞാൻ ഇവളെയും കൂട്ടി ഈ ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ ഉയർന്ന ഓഫീസർ പോയി കണ്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞപ്പോൾ അവർ നടപടി സ്വീകരിച്ച്. മോള് വിഷമിക്കണ്ട, അത് പറ്റിപ്പോയി, ഇനി അവരുടെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ടാവില്ല. അങ്ങനെ ഈ പറഞ്ഞ ഡയറക്ടർ ആകുമ്പോഴാണ് മറ്റവരൊക്കെ വിളിച്ച് വരുത്തി അവരുടെ പേര് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അവർ ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇവളെ കളിക്ക് ഊക്കി വിട്ടതല്ലേ, ഇവൾക്ക് നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷൻ, കളിച്ചതിൻ്റെ ഫീസ് എങ്ങനെയും കൂട്ടിക്കോ. ഇപ്പോൾ 2 പ്രൊഡ്യൂസർമാരും ഡയറക്ടറും ഫോട്ടോഗ്രാഫറും ഒക്കെ ഊക്കിയതല്ലേ, ഇവിടെ നല്ല എമൗണ്ട്. കാരണം അങ്ങനെ ഒരു സിനിമയില്ല. പക്ഷേ ഇവർ പണക്കാരാണ്, ദുബായിലൊക്കെ ബിസിനസ്സുള്ള തേണ്ടികളാണ് ഇതൊക്കെ ചെയ്തത്. ഈ ഓരോ സിനിമ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സിനിമയുടെ ചിത്രീകരണത്തിനും പക്ഷിമൃഗാദികളെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷിമൃഗാദി എത്ര പെൺകുട്ടികളുടെ ഷഡ്ഡി വലിച്ച് കീറുന്നുണ്ട് തേണ്ടികൾ. ഇവൾക്ക് നല്ല സുഖം, 3-4 ആളുടെ കളിയും കിട്ടി. ഇപ്പോൾ കുറച്ച് അഹങ്കാരമുള്ള കുറഞ്ഞു. അഹങ്കാരം കുറഞ്ഞെന്ന് പറഞ്ഞാൽ കിഴങ്ങാണ്ട് ഇറങ്ങി, സാധനമാണ്ട് ഇറങ്ങുകയും ചെയ്ത് ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇവൾക്കിപ്പോൾ കുളിര് മാറി. ആകെ നനഞ്ഞ കുളിരില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവൾ ഈ ഫീൽഡ് വിടില്ല, ഈ ഫീൽഡ് അവൾ വിടുകയില്ല. അവൾക്ക് അവളുടെ ഒരു ഡ്രീമുണ്ട്, സെലിബ്രിറ്റി ആവണം. കുറച്ച് ദിവസം അവൾ അടങ്ങി നിൽക്കും. ഇനി ഏതെങ്കിലും സിനിമാ ഫീൽഡിലുള്ളവർ ഊക്കാൻ വിളിച്ചാൽ അവൾ പോവും, അവളുടെ ലക്ഷ്യം പൂർത്തിയാക്കണം. ഇത് പിന്നെ തേഞ്ചും പോണ സാധനമൊന്നുമല്ല, പെണ്ണിൻ്റെ സാമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ആൾ കളിച്ചെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടിയത്. 3 അല്ല, ഡയറക്ടർ 2 പിന്നെ ഫോട്ടോഗ്രാഫർ, നല്ലൊരു എമൗണ്ട് കിട്ടി. അപ്പം ഇത് തേഞ്ഞു പോണ സാധനമല്ലല്ലോ. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, സുഖവും കിട്ടും, നല്ല ഭക്ഷണവും കിട്ടി. പിന്നെ ഇത് നടിയായച്ചെങ്കിൽ വലിയൊരു കാര്യമല്ലേ. ഇനി ആരെങ്കിലും വന്നാൽ അവളും പോവും, ഒരു സംശയവും വേണ്ട. അല്ലാണ്ട് ആ ഫീൽഡിലൊന്നും ആരും കയറി പറ്റില്ല. എന്നിട്ട് ആ ഓഫീസർ പറഞ്ഞെന്താണ്, ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും പെൺകുട്ടികൾ പിന്നെ ചെയ്യാൻ പറ്റാത്ത പോലെ വിളക്കിൻ്റെ അടുത്ത് പോകണതിൽ പോവാനല്ല. ഇതിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അങ്ങനെ ഒരു മോഹമുണ്ട്, അത് ചൂഷണം ചെയ്യാനായിട്ടാണ് അവന്മാരിയ്ക്കണേ.
ഇവിടെ വന്നതുകൊണ്ട് നന്നായി. ആ ഗുണ്ടനുണ്ടല്ല പോലീസ് അടിക്കാനൊക്കെ പോയി. എന്നിട്ട് അവൻ്റെ ചെക്ക് ലീഫും എഗ്രിമെൻ്റൊക്കെ ആയിട്ട് വാങ്ങി. ഈ ഗുണ്ടൻ്റെ ഒപ്പം ഒരു സ്ത്രീയും വന്നിരുന്നു. അതൊക്കെ പക്കാ ഫ്രോഡുകളാണ്. ഈ ഗുണ്ടൻ്റെ അടുത്ത് അവൻ ആര്, എനിക്കവനെ കണ്ടിട്ട് ചിരിയാണ് പറഞ്ഞത്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു സിനിമയിലുണ്ടായ ഒരു ആൽമൂടൻ, അതേപോലത്തെ മുഖമൊക്കെ ഉള്ള ഒരു സ്ഥലം ഗുണ്ടാണ് പോലെ. നല്ലൊരു അടി കിട്ടി അവൻ പാഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഗുണ്ട അല്ല, ഇങ്ങനത്തെ പാവങ്ങളൊക്കെ ചെന്ന് പെടുവന്മാരുടെ അടുത്ത്. അതും ഒരു ജോലിയാണ് ഗുണ്ടാപ്പടി. അപ്പം നടിമാരാകാൻ മോഹിച്ചാലേ ഉടനെ പോയി കിടന്നു കൊടുത്തോ. ചിലപ്പോൾ ശരിയാവും, ചിലവലത്ത് ശരിയാകും, ചിലവലത്ത് ശരിയാകില്ല. നമസ്കാരം.